വെൽക്കം ടു K2 ക്രാക്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് EST 110 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് K2 സ്റ്റുഡൻസിനുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണത് പഠിക്കേണ്ടതെന്നാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രാഫിക്സിന് ബേസിക്കലി ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 20 മാർക്കും, അതുപോലെ തന്നെ മൊത്തം 5 മൊഡ്യൂൾസ്, 100 മാർക്കിലായിരിക്കും വരുന്നത്. നമുക്കറിയാം 40 മാർക്കാണ് പാസ് ചെയ്യാൻ വേണ്ടത്. നമ്മൾ 3 മൊഡ്യൂൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് പാസ് മാർക്ക് കിട്ടും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ മൊഡ്യൂളും നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് ശരിക്കും വളരെ സിമ്പിളാണ് ക്രാക്ക് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ്, അതുപോലെ ട്രേസസ് കണ്ടുപിടിക്കുക. ആൻഡ് ട്രൂ ലെങ്ത് ഓഫ് ലൈൻ ലൊക്കേറ്റഡ് ടു ബോത്ത് റെഫറൻസ് പ്ലെയിൻസ്. ഇങ്ങനത്തെ വളരെ ബേസിക്കായിട്ട് ടോപ്പിക്സാണ്. നമുക്കറിയാം ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് മൊഡ്യൂൾ 1 പക്ഷേ അതിനകത്ത് കൂടുതൽ ചാൻസ് ഉള്ളത്, കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതും ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ് ചോദിക്കാനാണ് ലൈൻസിൻ്റെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലൈൻസ് എന്ന് പറയുന്ന സംഭവം. മൊഡ്യൂൾ 1 നിങ്ങൾ എന്തായാലും മിസ് ഔട്ട് ചെയ്യില്ല. മൊഡ്യൂൾ 1 ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു മൊഡ്യൂളാണ്. നമ്മൾ മൊഡ്യൂൾ 1 ശേഷം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ മൊഡ്യൂൾ 5 നോക്കണം എന്നാണ് പറയുക. മൊഡ്യൂൾ 5 നമുക്ക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ കൺവേർഷൻ ഓഫ് പിക്ചോറിയൽ വ്യൂസ് ഉണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി ഈസിയറാണ്. ഞാൻ പറയുകയാണെങ്കിൽ കൺവേർഷൻ ഓഫ് പിക്ചോറിയൽ വ്യൂസ് എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ്ലി ഈസിയർ. ബേസിക്കലി നമുക്കൊരു ഫിഗർ വന്നിട്ട് അതിൻ്റെ പല ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ അതൊക്കെ വരയ്ക്കാനായിട്ടുള്ള വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. നമുക്ക് ഈസി ആയിട്ട്, അതായത് ഈ മൊത്തം മൊഡ്യൂളിനെ തമ്മിൽ അനലൈസ് ചെയ്യുമ്പോൾ 5th മൊഡ്യൂൾ വളരെയധികം ഈസിയാണ്. നമ്മൾ നന്നായിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൊഡ്യൂൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള. മൊഡ്യൂൾ 5 എന്തായാലും നമ്മൾ എളുപ്പമുള്ളൊരു, കമ്പാരിറ്റീവ്ലി ബാക്കി മൊഡ്യൂൾസിനെ സംബന്ധിച്ച് എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ്. അത് നമ്മൾ ഈ മൊഡ്യൂൾ 1 നോക്കിയതിന് ശേഷം ചെക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മൊഡ്യൂൾ 2, 3 ആൻഡ് 4 ആണ്. ഈ ഓരോ മൊഡ്യൂൾസുകളിലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ടോപ്പിക്സ് ഹാർഡറായിട്ട് വരും. പക്ഷേ മൊഡ്യൂൾ 2 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 നമ്മൾ ലൈൻസ് ആണെങ്കിൽ മൊഡ്യൂൾ 2 വരുമ്പോഴത്തേക്കും അത് സോളിഡ്സ് ആയി. നമുക്ക് എന്താ പറയുന്നത്, ഹെക്സഗണൽ പ്രിസം, പെൻറ്റഗണൽ പിരമിഡ്, ഇതുപോലത്തെയുള്ള ഫിഗേഴ്സ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫിഗേഴ്സ് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഹെക്സഗണൽ പ്രിസം എങ്ങനെയായിരിക്കും ഇരിക്കുക, പെൻറ്റഗണൽ പിരമിഡ് എങ്ങനെയായിരിക്കും ഇരിക്കുക. ആ ഒരു കാര്യം അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ നല്ലൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് എന്താ പറയുക, ഒരു ബേസിക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫിഗേഴ്സ് നമ്മൾ ഫിഗേഴ്സിൻ്റെ പ്രൊജക്ഷൻ, സോളിഡ്സിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു എന്താ പറയുന്നത് 2, 3, 4 കമ്പയർ ചെയ്യുമ്പോൾ 2 ആണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയർ. 2 എന്തായാലും മിസ് ഔട്ട് ചെയ്യില്ല മൊഡ്യൂൾ 2. നമ്മൾ മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബേസിക്കലി 2 ടോപ്പിക്കാണുള്ളത്. ഒന്ന് സെക്ഷൻ, ഒന്ന് ഡെവലപ്മെൻറ്റ്. സെക്ഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ മൊഡ്യൂൾ 3 കുറച്ചുകൂടെ ഒരു ഹാർഡറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സെക്ഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് പഠിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റനിൽ മറ്റേ ക്വസ്റ്റനിൽ സെക്ഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിനകത്ത് ക്രാക്ക് ചെയ്യാം. എങ്കിലും മറ്റേ ടോപ്പിക്കും കൂടെ റെഫർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ കേസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ നിതിൻ, അങ്ങനെ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു വീഡിയോസ് എല്ലാ മൊഡ്യൂൾസിനായാലും ആ ഒരു വീഡിയോ ആ ചാനലിലെ വീഡിയോസ് നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 4 ആണുള്ളത്. മൊഡ്യൂൾ 4 നമുക്ക് മെയിനായിട്ട് നമുക്കറിയാം രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് ഐസോമെട്രിക് പ്രൊജക്ഷനും, ഒന്ന് ഐസോമെട്രിക് വ്യൂവും. ഈ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, എന്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ ഇപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ ഐസോമെട്രിക് വ്യൂ ആയിട്ട്. അതെന്തായാലും നമ്മൾ മിസ് ഔട്ട് ചെയ്യല്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കി മൊഡ്യൂൾസിനേക്കാളും മൊഡ്യൂൾ 3 തന്നെ നിൽക്കുന്നൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് തന്നെ പറയുന്നത് നമ്മളെ ഷേപ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. അതായത് എങ്ങനെയാണ് പെൻറ്റഗണൽ പ്രിസം ഇരിക്കുന്നത്, പെൻറ്റഗണൽ പിരമിഡ് ഇരിക്കുന്നത്, ഇപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ സ്ക്വയർ പിരമിഡ് എങ്ങനെയാണ്, ഹെക്സഗണൽ പിരമിഡ് എങ്ങനെയാണ്, ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ഫിഗർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് വരയ്ക്കാൻ നേരത്തെ ഈ ഒരു ഫിഗറിലേക്കാണ് നമ്മൾ എത്തപ്പെടേണ്ടത് എന്നൊരു രീതിയിൽ നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾ എന്തായാലും എല്ലാ മൊഡ്യൂൾസും അറ്റൻഡ് ചെയ്യണം. ഒരു മൊഡ്യൂൾ മിസ് ഔട്ട് ചെയ്യില്ലെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാ മൊഡ്യൂൾസും അറ്റംപ്റ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് വേണം ഈ ഒരു ഗ്രാഫിക്സ് അനലൈസ് ചെയ്യുമ്പോൾ. ആൻഡ് ഗ്രാഫിക്സിന് നിങ്ങൾക്ക് റിസോഴ്സസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു യൂസ്ഫുൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.